ഒരു കാര്യം, അതായത് ഈ ചെറുപ്പക്കാരന്റെ മരണത്തിൽ അതിലെല്ലാം സംശയം, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളിലാണ്. അതെ അതെ അതെ. പക്ഷേ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് ആ മരണത്തിലടക്കം സംശയം ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ദേശാഭിമാനിയുടെ തന്നെ 1-ാം പേജിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് വനം വകുപ്പ് ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിംഗ് കേട്ടാറില്ല. രാവിലെ അവിടെ ഫെൻസിംഗ് ഇല്ലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വൈകിട്ടാണ് ഫെൻസിംഗ് വന്നത്. ഇത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, എന്തായിരുന്നു ലക്ഷ്യം? രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം മന്ത്രി പറഞ്ഞു. ദേശാഭിമാനി അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ അല്ല അതെ 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 അതിനാണ് എനിക്ക് ഏഷ്യാനെറ്റാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അവിടെ നേരത്തെ വെളിയിൽ നിന്ന് പ്രദേശവാസികൾ പറഞ്ഞു വന്ന നിങ്ങളുടെ വാർത്ത ഞാൻ കോട്ട് ചെയ്തതാണ്. ആ പ്രദേശവാസികൾ പറഞ്ഞതാണ് ഞാൻ കോട്ട് ചെയ്തത്. ഉണ്ടായിരുന്നില്ല എന്ന് പ്രദേശവാസി, അതായത് ഒരു ശ്യാമോ അവരുടെ ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് അങ്ങനെ ഇല്ലായിരുന്നു, വൈകുന്നേരം കണ്ടതെന്ന് അവർ പറയുന്നു. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നൊരു ചോദ്യം. അത് ഇപ്പം ഗുണഭോക്താക്കളായി മാറിയല്ലോ അവർ. പ്രയോജനപ്പെടുത്താൻ അവർ ശ്രമിച്ചു എന്നിപ്പം വ്യക്തമായില്ലേ. അപ്പം ഇതിനകത്ത് വളരെ ലളിതമായിട്ട് പറയാനുള്ളത്, മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഗൂഢാലോചനയില്ല. എന്നാൽ തുടർന്ന് നടന്ന കാര്യത്തിൽ വനം വകുപ്പിനെയും വനം വകുപ്പ് മന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും അത് തെരഞ്ഞെടുപ്പിലെ ആയുധമായി ഉപയോഗിക്കാനുമുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചന അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ഇത്രയും ഇത് പിന്നെ ഇപ്പോൾ നമ്മൾ നടത്തിയെന്നല്ലോ. ആരാദ്യം അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചത്? നിലമ്പൂരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ വിഷയത്തിൽ ആദ്യം ശ്രമിച്ചത് ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണെന്ന് പറഞ്ഞുകൊണ്ട് തിരികൊളുത്തിയതാരാ? ഞാനല്ലല്ലോ. നിങ്ങൾ പക്ഷേ കൊടുത്തത് വിവാദത്തിന് തിരികൊളുത്തി വനം വകുപ്പ് മന്ത്രി എന്നാണ്. വിവാദത്തിന് ആദ്യം ഉദ്ഘാടനം ചെയ്തതാരാ? എന്തായാലും അത് താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ആര് വാർത്ത കൊടുത്താലും താങ്കൾക്ക് ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടാനുള്ള എല്ലാ സംവിധാനമുണ്ട്, മന്ത്രിയാണ്. അപ്പോൾ ഈ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് രാവിലെ ഇല്ലായിരുന്നു, വൈകിട്ടുണ്ടായിരുന്നു, അതിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് ഈ രാത്രി 12 മണിക്ക് പറഞ്ഞ കാര്യം. ഇത് രാത്രി 12 മണിക്ക് ഞാൻ കാണുന്നത് ഈ ടി വിയിലെ വാർത്തകളാണ്. ആ വാർത്തകളുടെ പിന്നെ അതൊന്ന് ഡയറക്റ്റ് ഫീൽ. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞത് വനം വകുപ്പിന് ഇതിനകത്ത് ബന്ധമില്ല, ഞാൻ അന്വേഷിക്കട്ടെ. അപ്പോഴാണ് എനിക്ക് വനം വകുപ്പിനെ ബന്ധമില്ല എന്ന് മനസ്സിലായത്. എല്ലാവരും പറയും ഇപ്പം വനം ഈ വിഷയത്തിൽ, അല്ലാതെ വന്യജീവി സംഘർഷം കുറക്കുന്ന കാര്യത്തിലോ അത് ലഘൂകരിക്കുന്ന കാര്യത്തിലോ അത് നേരിടുന്ന കാര്യത്തിലോ ചിലപ്പോൾ ഫലപ്രദമായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപം ഉണ്ടാകാം. വലിയ പ്രശ്നം. കാര്യം മിനിയാതെ രാത്രി താങ്കളോട് സംസാരിക്കുന്നത് ഞാനാണ്. സംസാരിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ ഗൂഢാലോചന അന്വേഷിച്ചില്ല. ഇന്നലെ രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ സംഭവത്തിലടക്കം താങ്കൾക്ക് വലിയ സംശയം ഉണ്ടെന്ന് പറയുന്നത്. സംശയവും ഗൂഢാലോചനയും രണ്ടല്ലേ? സംശയമുണ്ട് എന്ന് പറയുന്നതും ഗൂഢാലോചന എന്ന് പറയുന്നതും ഒന്നായി വ്യാഖ്യാനിച്ചത് ഞാനല്ല. അപ്പോൾ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ചെയ്ത് പോയി. അത് ഇപ്പോൾ ഇന്ന് ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു, ആരോ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളത് കൊടുത്തത്? അത് കൊടുത്താൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രി വിളിക്കുകയും ചെയ്തോ? മുഖ്യമന്ത്രിയെ ഞാൻ ഇന്നലെ രാവിലെ അങ്ങോട്ട് വിളിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇങ്ങനെ ഒരു നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ രാവിലെ തന്നെ വിളിച്ചു. കാരണം ഞാൻ അറിയിക്കണമല്ലോ. അത് ഞാൻ അങ്ങോട്ട് വിളിക്കും. പിന്നെ മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ ഒരു അസാധാരണ സംഭവമാണ്. അസാധാരണ സംഭവം അല്ല ഈ വിഷയത്തിലെ. അസംതൃപ്തി എവിടെ നിന്ന് കിട്ടിയതാണ്? മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്ത മനോരമ ചാനലിന് എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ സംഭവം താങ്കളുടെ നിലപാട് പറഞ്ഞതിന് മുൻപ് മുഖ്യമന്ത്രിയോട് ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി നിങ്ങളോട് പറയുമ്പോൾ ഇല്ല, രാത്രി 12 മണിക്ക് സംസാരിച്ചിട്ടില്ല. രാവിലെ സംസാരിച്ചിട്ടുണ്ട്. രാവിലെ കൃത്യമായ ചോദ്യമായിരുന്നു, ഈ അപകടത്തിൽ സംശയം ഉണ്ടെന്നായിരുന്നു താങ്കളുടെ ചോദ്യം. അപ്പോൾ താങ്കൾ ഇതേ മറുപടിയാണ്, ഇതിൽ ബോധപൂർവം ചെയ്തതാണോ, സംശയം താങ്കൾ നേരത്തെ നൽകിയ ഇന്റർവ്യൂവിൽ കോട്ട് ചെയ്തിരുന്നില്ല ആ കാര്യങ്ങളൊന്നും? അല്ല, പക്ഷെ ഞാൻ സംശയം തന്നെ പറഞ്ഞിട്ടുള്ളൂ. സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംശയമാണ്, അത് ആരോപണമല്ല എന്നും ഞാൻ പറഞ്ഞു. രാവിലെ നമ്മൾ ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതൊരു ആരോപണമല്ല, ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളെ ക്ലിപ്പിംഗ്സിലുണ്ടാവും. അതേ ക്ലിപ്സിന് ഫെൻസിംഗിൽ വൈകുന്നേരം ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഫെൻസിംഗ്. അതെ, അത് ഉണ്ടായിരുന്നു നാട്ടുകാർ പറഞ്ഞല്ലോ. അതെന്താണെന്ന് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച കാര്യത്തിലൊക്കെ വരുമ്പോൾ ഇതൊരു സംശയാസ്പദമല്ലേ എന്ന് ഞാൻ എൻ്റെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതാണത്. ആ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് അതിന് കുറച്ച് രണ്ട് കൊല്ലമായി വനം വകുപ്പ് മന്ത്രിയെയും വനം വകുപ്പിനെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം പല കേന്ദ്രങ്ങളും നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എനിക്ക് സതിയായ സങ്കടമുണ്ട്.